മഹാനായ ഹാജാത്തങ്ങൾ അവിടുന്ന് ദുനിയാവിൻ്റെ സർവ്വകാര്യങ്ങളും ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇലാഹിയായ ആത്മീയമായ ചിന്തയിലേക്ക് ഇറങ്ങുകൊണ്ട് അള്ളാഹുവിൻ്റെ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ട് അവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലേക്ക് വന്നുകൊണ്ട് അവിടുന്ന് ദഅവത്ത് നടത്തിയ ഏറ്റവും വലിയ മഹാനായ ഹാജാത്തങ്ങൾ. ആരാണ് വലി എന്ന് പറഞ്ഞാൽ അൽ വലിയു അൽ ആരിഫു ബില്ലാഹി വസിഫാതിഹി ഹസ്ബ മാ യുംകിനു. അവിടുന്ന് മഹാന്മാർ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ കുറിച്ച് അറിയുകയും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയാണ് വലി എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ ചിന്തയിലായി മാത്രം മുഴുകിക്കൊണ്ട് അള്ളാഹുവിൽ കിടക്കുന്ന വ്യക്തിയാണ് വലി എന്ന് അവിടുന്ന് പറയുന്നതെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അല്ലാതെ അസാധാരണമായ പ്രവൃത്തിയും ചെയ്താൽ എന്നല്ല. അവിടുന്ന് ഫത്ഹുൽ ബാരിയിൽ മഹാനവറുകൾ പഠിപ്പിക്കുന്നുണ്ട്, അസാധാരണമായ പ്രവൃത്തി മാത്രം ചെയ്തതുകൊണ്ട് ഒരാൾ വലിയാവുകയില്ല. അങ്ങനെ ചില ആൾ പറയുന്നുണ്ടെങ്കിൽ ഹുവ ഗലത്തുൻ മിമ്മാ യഖൂലുഹു, അത് ഒരു നിഷിദ്ധമായ ഒരു തെറ്റായ കാര്യമാണ്. അവിടുന്ന് മഹാനായ ഹാജാത്തങ്ങൾ അള്ളാഹുവിൻ്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചുകൊണ്ട് ദുനിയവിയായ സർവ്വ കാര്യങ്ങളും വിരക്തിയാക്കി അവിടുന്ന് ചെറിയ പ്രായത്തിൽ തന്നെ അവിടുത്തെ പിതാവുകൾ വഫാത്താവുകയാണ്. പിതാവിൽ നിന്ന് കിട്ടിയ അനന്തര സ്വത്ത് പിതാവിൽ നിന്ന് കിട്ടിയതായ തോട്ടത്തിൻ്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ അവിടുന്ന് ഒരു മഹാഷെയ്ഖ് വന്നുകൊണ്ട് അവിടുന്ന് ഒരു പഴം കൊടുക്കുകയാണ്. ആ പഴം കഴിച്ചതിന് ശേഷം വലിയ ആത്മീയമായ ചിന്ത ഉണ്ടാവുകയും അതിനുശേഷമുള്ള ജീവിതം വലിയ മാറ്റം സംഭവിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അവിടുന്ന് ഹാജാത്തങ്ങൾ മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്നിധിയിലേക്ക് പോയിക്കൊണ്ട് അവിടുന്ന് പറയുന്നു, എനിക്ക് ബഗ്ദാദും മറ്റുള്ള സ്ഥലങ്ങളിലെയും ഖിദ്മത്ത് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ പറയാം ഇന്ത്യയിലേക്ക് പോകണം. അങ്ങനെ അവിടുന്ന് മദീനയിലേക്ക് പോയിക്കൊണ്ട് ഹാജാത്തങ്ങൾ മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലേക്ക് വരികയാണ്. അങ്ങനെ നിരവധി കറാമത്തുകളും നിരവധി ദീനി ദഅവത്ത് നടത്തിക്കൊണ്ട് വലിയ അത്ഭുതങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് അവിടുന്ന് മഹാനവറുകൾ ഇന്ത്യയിലേക്ക് വരുന്നത്. അവിടുന്ന് വരുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം അവിടുന്ന് യാത്ര ചെയ്ത ഒരു ദിവസം ഒരു മരത്തിൻ്റെ ചുവടിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. ആ വിശ്രമിക്കുന്ന അവസരത്തിൽ ഒരു അല്പം ദൂരത്തിൽ തന്നെ ചില മജൂസികൾ തീയെ ആരാധിക്കുന്ന ഒരു കൂട്ടർ തീ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് തീ ആരാധിക്കുന്ന അവസരത്തിൽ കൂടെ ഉണ്ടായിരുന്ന മുരീദിനോട്, കൂടെ ഉണ്ടായിരുന്ന ശിഷ്യനോട് അവിടുന്ന് ഹാജാത്തങ്ങൾ പറയുന്നു, നിങ്ങൾ അവരോട് പോയിക്കൊണ്ട് പറയണം, നിങ്ങൾ തീനെ ആരാധിക്കാൻ പാടില്ല, ഏകനായ സർവശക്തനായ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് നിങ്ങൾ അവിടുന്ന് പറയണമെന്ന് ഹാജാത്തങ്ങൾ അവിടുന്ന് ശിഷ്യനോട് പറയുകയാണ്. അങ്ങനെ പോയപ്പോൾ ഈ ശിഷ്യൻ അവിടുന്ന് ആ മജൂസിയാകളുടെ വ്യക്തികളുടെ അരികിലേക്ക് പോയിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധന ഇത് ശരിയല്ല, ഇത് തെറ്റായ കാര്യമാണ്. കാരണം തീയെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവും കിട്ടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പോയ വ്യക്തി അവർ ആട്ടി ഓടിക്കുകയാണ്. അവിടുന്ന് അവർ ആട്ടി ഓടിച്ചുകൊണ്ട് തിരിച്ചു വന്ന ആ മനുഷ്യൻ, അവിടുന്ന് ശിഷ്യൻ ഹാജാത്തങ്ങളോട് പറയുകയാണ്, ഞാൻ ചെന്ന് പോയി പറഞ്ഞപ്പോൾ എന്നെ അവർ ആട്ടി ഓടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഹാജാത്തങ്ങൾ വീണ്ടും ഞാൻ പറയുകയാണ്, എങ്കിൽ ഞാൻ തന്നെ പോകാം. അങ്ങനെ ഹാജാത്തങ്ങൾ ആ മജൂസിയാക്കളുടെ അരിലേക്ക് ചെന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾ ആരാധിക്കുന്ന ഈ തീ ഒരിക്കലും നിങ്ങൾ ആരാധിക്കാൻ അർഹമായ ഒരു ആളല്ല, ഇതൊരു നിങ്ങൾ ആരാധിക്കപ്പെടേണ്ട വസ്തുവല്ല, മറിച്ച് നിങ്ങൾ ആരാധിക്കേണ്ടത് സർവശക്തനായ അള്ളാഹുവിനെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ തീ എന്ന് പറഞ്ഞത് നിങ്ങളൊരു വെള്ളം കൊണ്ട് അവിടുന്ന് ആ വെള്ളം ഒഴിച്ചാൽ ആ തീ അവിടുന്ന് കെട്ടുപോകുന്നു. മാത്രമല്ല നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഒരുപാട് വസ്തുക്കൾ ഇതിലേക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾ തീനെ കത്തിക്കുന്നുണ്ടല്ലോ, ആ സന്ദർഭത്തിൽ നിങ്ങളെ കയ്യിലേക്ക് ഒരൽപ്പം തീ കൊണ്ടാൽ നിങ്ങളുടെ കൈ പൊള്ളും. നിങ്ങൾ എത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ തീ പോലും നിങ്ങളോട് കരുണ കാണിക്കൂല, അങ്ങനത്തെ ഒരു വസ്തുവാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം. എൻ്റെ കാര്യം നിങ്ങളോട് പറയലാണ്, നിങ്ങൾ ഇതിൽ പിന്മാറില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുകയില്ല. അവരോട് ദേഷ്യപ്പെടാനോ അവരോട് ക്രോധിക്കാനോ നിന്നില്ല. അവിടെ നിന്ന് നിങ്ങൾ കാര്യം ഞാൻ മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് നിങ്ങൾ കാര്യം നിങ്ങൾ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് പോയപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആരാധന ശരിയല്ല എന്ന് മനസ്സിലായാൽ നിങ്ങൾ അവിടെ നിന്ന് പറയണം, എൻ്റെ തെറ്റല്ല, ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ അത് മാത്രം എൻ്റെ ദൗത്യമാണ് എന്ന് ഹാജാത്തങ്ങൾ പറയുകയാണ്. അങ്ങനെ അവിടുന്ന് റോട്ടിൽ ഒരു വണ്ടി തടസ്സപ്പെടുത്തി പോകാൻ, യാത്രക്കാർക്ക് പോകാൻ അസൗകര്യമുണ്ട്, എത്രയും പെട്ടെന്ന് ആ വണ്ടിയെ മാറ്റി നിർത്തേണ്ടതാണ്. അങ്ങനെ ഹാജാത്തങ്ങൾ അവിടുന്ന്
ആ മജൂസിയാക്കളോട് പറഞ്ഞുകൊണ്ട് കാര്യം ബോധ്യപ്പെടുത്തിയപ്പോൾ അവിടുന്ന് ആ മജൂസിയാക്കൾ പറയുന്നു, എങ്കിൽ നിങ്ങൾ പറയുന്ന അള്ളാഹു ആണ് സർവശക്തനെങ്കിൽ നിങ്ങൾക്ക് ആ തീയെ തൊടാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളെ കരിക്കുകയില്ലേ? നിങ്ങൾക്ക് ഒരിക്കലും ആ തീ കൊണ്ട് യാതൊരു ശല്യം ഉണ്ടാവുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഹാജാത്തങ്ങൾ അവിടുന്ന് ആ തീയിലേക്ക് കൂനി ബർദം വസലാമ എന്ന് പറഞ്ഞുകൊണ്ട് അപരിശുദ്ധമാകപ്പെട്ട ആയത്തിന് ഓതിക്കൊണ്ട് ആ തീയിലേക്ക് അവിടുന്ന് പ്രവേശിക്കുകയാണ്. ആ തീയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുന്ന് നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് പോയ സന്ദർഭത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ എങ്ങനെയാണ് മടങ്ങിയിട്ടുള്ളത്, അതുപോലെ അവിടുന്ന് വളരെ ഒരു തീയുമില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ അവിടുന്ന് തിരിച്ചു വരുന്ന കണ്ടപ്പോൾ ആ മജൂസിയാക്കൾ അത്ഭുതപ്പെട്ടുകൊണ്ട് അവിടുന്ന് മജൂസിയാക്കളുടെ നേതാവ് അവിടുന്ന് മുസ്ലിം ആവുകയാണ്. അങ്ങനെ പരിശുദ്ധമാകപ്പെട്ട ഇസ്ലാം ആ സമൂഹം തന്നെ അവിടെ നിന്നുണ്ടായിരുന്ന ജനത മുഴുവനായി സ്വീകരിക്കുകയാണ്. അങ്ങനെ ഹാജാത്തങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്ന വഴി ദീനി പ്രബോധനവുമായി ഇങ്ങനെ നടത്തിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ നാനാഭാഗത്തേക്കും ദീനി ദഅവത്ത് പ്രബോധനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് രാജാവായി അവിടുന്ന് വാഴുകയാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അൻത സുൽത്താനുൽ ഹിന്ദ് വവലിയുഹ, നിങ്ങൾ ഇന്ത്യയുടെ രാജാവാണ്, ഇന്ത്യയുടെ ഭരണാധികാരിയാണ്. അങ്ങനെ ഹാജാത്തങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ച ജീവിതമായിരുന്നു മഹാനായ ഹാജാത്തങ്ങൾ. അവസാന സമയത്ത് പോലും ദീൻ ദിക്റിലായും അള്ളാഹുവിന്റെ സ്മരണയിലായി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഹാദിമീങ്ങൾ ചെന്നപ്പോൾ കതകിനെ അടച്ചുകൊണ്ട് അവിടുന്ന് ആരും പ്രവേശിക്കാതെ ഒരാൾ പോലും കടത്തിവിടാതെ അള്ളാഹുവിന്റെ ചിന്തയിൽ മാത്രം ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിലായി മുഴുകിക്കൊണ്ട് ഇങ്ങനെ ജീവിതം കഴിഞ്ഞ് അവസാനം എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവിടുന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും അവിടുന്ന് വഫാത്തായ സന്ദർഭം അറിഞ്ഞില്ല. അത്രയും ഏകാന്തമായ ജീവിതം അവസാനം നയിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് യാത്രയായ ഒരു മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ജിസ്തി അജ്മീരി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്. ആ മഹാനവരുടെ പേരിലാണ് നമ്മുടെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മഹാനവരുടെ പേരിലാണ് ഞാൻ വർഷം തോറും ഇവിടെ ഹസനിയയിൽ വെച്ച് അജ്മീർ മൗലിദ് ആണ്ട് നേർച്ച ഞാൻ കഴിച്ചു വരാറുള്ളത്. ഇതിലേക്ക് ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ വലിയ ഖൈറും ബർക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയത്തിന്റെ കുറവുണ്ട്. എൻ്റെ കർത്തവ്യമായ സ്വാഗതത്തിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ അൽ ഹാദി തങ്ങൾ ഉജ്രെ അവർ നേരത്തെ തന്നെ നമ്മുടെ മജ്ലിസിലേക്ക് എത്തിക്കൊണ്ട് നമ്മുടെ ദ്വാര നേതൃത്വം നൽകിയിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ തങ്ങൾ ഉസ്താദിനെ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തങ്ങൾ ഉസ്താദിനെ അവർക്ക് ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിലേക്ക് സയ്യിദ് ഷാഹുൽ ഹമീദ് അൽ ബുഖാരി തങ്ങൾ മർദാല തങ്ങൾ ഉസ്താദ് അവർ നമ്മുടെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തങ്ങൾ ഉസ്താദിന് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്കും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിലേക്ക് ഇന്ന് വരാനുണ്ടായിരുന്ന സാദാ തങ്ങൾ കർവേൽ ചെറിയൊരു ആക്സിഡന്റിൽപ്പെട്ട് അല്പം വിഷമത്തിലാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിപാടിയുടെ ബറക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് അല്ലാഹു ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്താനുള്ളത് യാസിർ ഫാസിൽ അൽ ഫുർഖാനി ഉസ്താദ് അവറുകളാണ്. ഉസ്താദ് അവർക്കും അവരുടെ അഭാവത്തിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ ഡി കെ ഉമർ സഖാഫി കംപ്ലൈൻറ്റ് അവർ നേരത്തെ തന്നെ നമ്മുടെ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഉസ്താദ് അവർക്കും അല്ലാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടിയിൽ അവസാനമായി ദുആന് നേതൃത്വം നൽകുന്നത് ഷിഹാബുദ്ദീൻ അൽ അഹദൽ തങ്ങൾ മുത്തന്നൂർ തങ്ങളാണ്. തങ്ങൾ ഉസ്താദ് അവർ ഇൻഷാ അല്ലാഹ് ഒരല്പ സമയത്തിനകം നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിച്ചേരും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തങ്ങൾ ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അതുപോലെ തന്നെ നമ്മുടെ ലൈവിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫസൽ മീഡിയയിലെ ലൈവിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വീക്ഷകന്മാർക്കും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാം എൻ്റെ വാക്കിനിവിടെ ഞാൻ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.